عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈ ഈദ് റബീൻ്റെ പൂർണ്ണമായ വേദിയിൽ കലയും സാഹിത്യവും എന്ന വിഷയത്തിൽ ഞാൻ കുറച്ച് സംസാരിച്ചു കൊണ്ട് ഞാൻ നിർത്താം. കലയും സാഹിത്യവും എല്ലാ കാലഘട്ടത്തിലും അനിവാര്യമാണ്. കാരണം കലാപരമായ കഴിവുകളും കലാസൃഷ്ടികളും ഭാഷാ പ്രയോഗങ്ങളും ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നുണ്ട്. എക്കാലത്തും സാഹിത്യവും സംസ്കാരവും ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. ആലോചനകളും ആസ്വാദനങ്ങളും അനുഭൂതികളും മനുഷ്യജീവിതത്തിൽ ഒഴിച്ചു നിർത്താനാവാത്ത സർഗഭാവങ്ങളാണ്. മൃഗീയ ചോദനകളും മൂല്യങ്ങളും ഉണ്ട് മനുഷ്യൻ്റെ സിരകളിൽ. ഇതിൽ ഏതിലേക്ക് എന്ന തീരുമാനം മനുഷ്യൻ്റേതാണ്. മൂല്യങ്ങളെയും വിവേകത്തെയും സമന്വയിപ്പിക്കുന്ന ആനന്ദ ആഘോഷങ്ങളെ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മൃഗീയതയ്ക്ക് കളമൊരുക്കുന്നതിനോട് വിയോജിപ്പാണ്. കാലത്തിൻ്റെ കണ്ണാടിയാണ്. കാലമാറ്റങ്ങൾക്ക് വിധേയമായ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് ഡാർക്ക് ഏജ്, ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് അവിടെ കലയില്ലാഞ്ഞിട്ടോ സാഹിത്യം ഇല്ലാഞ്ഞിട്ടോ അല്ല. അവർക്ക് നല്ല ബുദ്ധിയും വിവരവുമുണ്ട്. അവർക്കുള്ള വിവരത്തിൻ്റെ ധർമ്മം അറിയില്ല എന്നതാണ്. ഒരു കത്തി അതുകൊണ്ട് ആപ്പിൾ മുറിക്കുകയും ചെയ്യാം, ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ ആ കത്തി ഉണ്ടാക്കിയത് ആളെ കൊല്ലാനല്ല, മറിച്ച് നമ്മുടെ ഉപയോഗത്തിനാണ് എന്നുള്ള തിരിച്ചറിവാണ് ആ കത്തിയുടെ ധർമ്മം. ആ ധർമ്മം ഇല്ലാതായി പോകുമ്പോഴാണ് മനുഷ്യൻ ഒരു മൃഗമായി മാറുന്നത്, മനുഷ്യനല്ലാതാകുന്നതും. അപ്പോൾ ഡാർക്ക് ഏജ് എന്ന് വിശേഷിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിനെ അമരക്കാരെ വെട്ടിച്ചാണ് ഇപ്പോഴും കലാപരമായ അല്ലെങ്കിൽ സാഹിത്യപരമായ ഭാഷകളിലെ പ്രശ്നങ്ങളും സാഹിത്യത്തിൻ്റെ സ്ഥാനങ്ങളും അന്വേഷിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും സാഹിത്യ സമ്പുഷ്ടരായ ഇംറുൽ ഖൈസിനെ പോലെയുള്ള സാഹിത്യകാരന്മാരുടെ രചനകളുടെ വെളിച്ചത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു 6-ാം നൂറ്റാണ്ട്. പക്ഷേ അന്നത്തെ ആളുകൾക്ക് ധാർമ്മികത ഉണ്ടായിരുന്നില്ല. എന്നുള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിക്കപ്പെട്ടത്. അത് അവരുടെ അങ്ങനെ നോക്കുമ്പോൾ കലയും സാഹിത്യവും എല്ലാ കാലത്തും അനിവാര്യമാണ്. അത് അവരുടെ സംസ്കാരത്തെയും സമൂഹത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. അതിനുവേണ്ടിയാണ് കലയും സാഹിത്യവും സംസ്കാരവും ആ കാലഘട്ടത്തെ സമൂഹം കാത്തു സൂക്ഷിക്കുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ കടികട്ടിയുള്ള വാക്ക് പറയുക എന്നതാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ ആടിൻ്റെ പ്രസവത്തിന് ബഷീർ വിശദീകരിച്ചത് ബ്ലൂം എന്ന വാക്കുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു വിഷയം സദസ്യർക്ക് മനസ്സിലാക്കും വിധം ഒന്ന് വർണ്ണിച്ചു പറയുക എന്നത് മാത്രമാണ് സാഹിത്യം. വിനോദവും സാംസ്കാരിക സ്ഥിരോത്സാഹനവും കലയ്ക്ക് സ്ഥിരോത്സാഹനം മാത്രമല്ല, കലയ്ക്ക് മികച്ച ഉറവിടം കൂടിയാണ്. അവനെ തന്നെ നോക്കി നിന്ന് ആത്മരീതി കൊള്ളുന്ന സെൽഫിയുടെ കാലഘട്ടത്തിലും മറ്റുള്ളവരെ കാണാനും പ്രചോദിപ്പിക്കാനും കലയ്ക്ക് കഴിയും. 21-ാം നൂറ്റാണ്ടിൽ കലകളുടെ മാനങ്ങളെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ അധികം മാറിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കല എന്നത് നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതില്ല ഒരു
മാർഗം മാത്രമല്ല, ചിലതരം വിവരങ്ങളോ സന്ദേശങ്ങളോ ജനങ്ങളിലേക്ക് അയക്കാനും ഉപയോഗിക്കാം. എഡിറ്റോറിയൽ കാർട്ടൂണുകൾ പോലെയുള്ള രാഷ്ട്രീയമോ മതപരമോ ആയ വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടുള്ള പെയിന്റിങ്ങുകൾ പോലെയുള്ള രാഷ്ട്രീയത്തിനും സാമൂഹിക അജണ്ടകൾക്കും കല ഉപയോഗിക്കാം. വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്ന് കാര്യങ്ങൾ കാണാനും ആളുകളെ പ്രചോദിപ്പിക്കാനും കലയ്ക്ക് കഴിയും. സംസ്കാരം കലയോടും സാഹിത്യത്തിനോടും വേണമെന്ന് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.